ഞാൻ എവിടെയൊക്കെയോ ഗോഡ് ലോഡ് എന്ന് ഉപയോഗിച്ച സ്ഥലത്ത്, ദൈവം കർത്താവ് എന്ന് ഞാൻ ഉപയോഗിച്ച സ്ഥലത്ത്, ഈ പുതുതായിട്ട് എന്റെ പുസ്തകം മോഷ്ടിച്ചു കൊണ്ടുപോയി എഴുതവൻ യഹോവ 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 എന്ന് കൂട്ടിച്ചേർത്തിട്ട് ഒരു ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ സാധനത്തെ കത്തോലിക്കരുടെ ബൈബിളിൽ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദര, കത്തോലിക്കർക്ക് പ്രത്യേകം ബൈബിൾ വല്ലതും ഉണ്ടോ? ഈ അപ്പോസ്തലന്മാർ എഴുതിയ ബൈബിൾ പുതിയ നിയമവും പ്രവാചകന്മാർ എഴുതിയ പഴയ നിയമമല്ലേ ഉള്ളൂ? അല്ലെ കത്തോലിക്ക സഭ പുതുതായിട്ട് വല്ല സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കത്തോലിക്ക ബൈബിൾ, താങ്കൾക്ക് ഈ മതഭ്രാന്ത് എവിടെ നിന്ന് വന്നു? സഭാഭ്രാന്ത്, മതഭ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല, സഭാഭ്രാന്ത്. ഒരു ക്രിസ്ത്യാനിക്കാണ് ബൈബിള്. പ്രവാചകന്മാരും അടക്കമുള്ള യഹൂദ പാരമ്പര്യം പിടിച്ച പ്രവാചകന്മാർ അടക്കമുള്ള ആ പഴയ നിയമ പ്രവാചകന്മാർ എഴുതിയ പഴയ നിയമങ്ങളും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെഴുതിയ ക്രിസ്ത്യാനികളായ അപ്പോസ്തലന്മാരെഴുതിയ പുതിയ നിയമമാണ് ബൈബിള്. അല്ല കത്തോലിക്ക സഭയിലെ പോപ്പുമാരെല്ലാം കൂടി ഇരുന്ന് എഴുതിയതല്ല സഹോദര. താങ്കൾ എന്തിനാ ഈ സഭാഭ്രാന്ത് പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കത്തോലിക്ക സഭയുടെ ആണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഓർത്തഡോക്സുകാർ പിന്നെ ആകാശത്ത് നിന്ന് പൊട്ടി വീണാണോ? കേരളത്തിലെ യാക്കോബേക്കാർ ആകാശത്ത് നിന്ന് പൊട്ടി വീണാണോ? കത്തോലിക്ക സഭയോട് ചേരുന്നതിന് മുന്നേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുണ്ട്. കത്തോലിക്ക സഭയുമായിട്ട് ഇന്ത്യയിൽ ആഗോള കത്തോലിക്ക സഭ ഇന്ത്യയിൽ വന്നിട്ട് എത്ര കാലമായി സഹോദര? കൂനംകുരിശ് സത്യമൊക്കെ എന്നാ? ഈ കഴിഞ്ഞിടക്കുന്ന പോലെ നടന്ന സംഭവമല്ലേ? അപ്പം അതിന് മുന്നേ ഇവിടെ ഇന്ത്യയിലുണ്ട്. ഈ റോമില് ക്രിസ്ത്യാനിറ്റി വരുമ്പോൾ തന്നെ ഇന്ത്യയിലും ക്രിസ്ത്യാനിറ്റി വരുന്നുണ്ട്. ഏകദേശം അതേ സമയത്ത് തന്നെ, അതേ നൂറ്റാണ്ടിൽ തന്നെ. അപ്പം ഇന്ത്യയിലുള്ള ക്രൈസ്തവരൊക്കെ പിന്നെ ബൈബിൾ ഇല്ലാത്ത ക്രൈസ്തവരായിരുന്നോ? ഇവിടുത്തെ മാർത്തോമാക്കാർക്ക് ബൈബിൾ ഇല്ലാത്ത ക്രൈസ്തവരാണോ? കത്തോലിക്കർക്ക് മാത്രമാണോ ബൈബിള്? താങ്കൾക്ക് ഈ സഭാഭ്രാന്ത് ആര് തന്നാണ്? ഏതെങ്കിലും സിനഡ് താങ്കളെ സഭാഭ്രാന്ത് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതൊരുമാതിരി എന്നെ വിമർശിക്കാൻ വന്നിട്ട് ഇപ്പോൾ താങ്കൾ വിമർശനം ഏറ്റുവാങ്ങുന്ന ഗതികേടാണല്ലോ. ഈ ഭ്രാന്ത് ആദ്യം നിർത്തേ. കത്തോലിക്കനും ബന്ധക്കോസുകാരനും അല്ല, ക്രിസ്ത്യാനിയാണോ? ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായിട്ട് സ്വീകരിച്ചവനാണോ? യേശു ക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കുന്നവനാണോ? അതാണ് ക്രിസ്ത്യാനിയുടെ മാനദണ്ഡം. അല്ലാതെ നീ പോപ്പിൻ്റെ കൂടെയുള്ള ആളാണോ? പാത്രിയർക്കീസിൻ്റെ പുറകെ പോകുന്ന ആളാണോ? ഇനി ഇന്ത്യൻ ഓർത്തഡോക്സ് കാത്തോലിക്ക ബാവയുടെ പുറകെ പോകുന്ന ആണോ? അല്ല ഈജിപ്ഷ്യൻ പാത്രിയർക്കീസിൻ്റെ കോപ്റ്റിക് പോപ്പിൻ്റെ പുറകെ പോകുന്ന ആളാണോ? IPCയിലുള്ള ആളാണോ? ACPയിലുള്ള ആളാണോ നോക്കിയിട്ടല്ല ക്രിസ്ത്യാനിയാണോ തീരുമാനിക്കുന്നത്. നീ ക്രിസ്തുവിനെ പിന്തുടരുന്നുണ്ടോ? നീ വിശുദ്ധ വേദപുസ്തകം അനുസരിച്ചാണോ ജീവിക്കുന്നത്? അതാണ് ക്രിസ്ത്യാനിയുടെ മാനദണ്ഡം. അല്ലാതെ ഞാൻ മാമോദിസ മുങ്ങി ഇന്ന് മുതൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് മാമോദിസ മുങ്ങിയ കത്തോലിക്കനാകാം, പെന്തക്കോസിൽ സ്ഥാനപ്പെട്ട ഒരു പെന്തക്കോസുകാരനാകാം, ഈ ഓർത്തഡോക്സിൽ പോയി സ്ഥാനപ്പെട്ട താങ്കൾക്കൊരു ഓർത്തഡോക്സുകാരനാകാം. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പുറകെ പോകണം. ഇതൊക്കെ ഒരു ഡിനോമിനേഷനാണ്. ഈ ഡിനോമിനേഷൻ ഭ്രാന്തം കൊണ്ട് എൻ്റെ പൊന്ന് ഫിലോക്കാലിയെ നടക്കല്ലേ, നാണം കെടും. എന്നിട്ട് അവസാനം ഈ യഹോവ എന്ന വാക്ക്, റിവീൽഡ് ദൈവത്തിന്റെ നാമം ഈ ബൈബിളിനകത്ത് എങ്ങനെയെങ്കിലും തിരിച്ചു വെക്കാൻ, കത്തോലിക്കരുടെ ബൈബിളിനകത്ത് തിരിച്ചു വെക്കാൻ വേണ്ടി ഇവൻ അവസരം നോക്കിയിരിക്കുകയാണ്. എൻ്റെ പൊന്ന് സഹോദര, ഈ യഹോവ എന്നുള്ള ദൈവത്തിൻ്റെ റിവീൽഡ് നെയിമിനെ ബൈബിളിൽ തിരികെ കയറ്റണമെന്നോ? 1500 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വാക്കാണ് യാഹുവേ എന്നുള്ളത്. അറിയില്ലേ? വായിച്ചു നോക്ക്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. വയമർ ഔദ് എൽ എലോഹീം എൽ മോസെ. ദൈവം ഇപ്രകാരം മോശയോട് പറഞ്ഞു, കോത്തമാർ എൽ ബെനെ ഇസ്രായേൽ, നീ ഇപ്രകാരം ഇസ്രായേലിലെ സന്തതികളോട് പറയുക, യാഹ്വേ എലോഹേ അബോത്തേക്കും എലോഹേ അബ്രഹാം, നിന്റെ പിതാക്കന്മാരുടെ അബോത്തേക്കുമിന്റെ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യാഹ്വേ. അതാരാണ്? എലോഹേ അബ്രഹാം, അബ്രഹാമിന്റെ ദൈവമായ യാഹ്വേ. എലോഹേ ഇസാഖ്, ഇസാഖിന്റെ ദൈവം. എലോഹേ യാക്കൂബ്, യാക്കോബിന്റെ ദൈവമായ ആ യാഹ്വേ. സോലഹനി അലേക്കും സേ സെമി ലെ ഒലാം, അവൻ നിന്നെ അയച്ചു നിങ്ങൾ പറയുക. അവന്റെ നാമം സേ സെമി, ആ നാമം ഏത്? യാഹ്വേ എന്ന ആ നാമം, ആ പേര് ലേ ഒലാം, ഇറ്റ്സ് ഫോർ എവർ. ഇത് എന്നേക്കുമുള്ളതാ. അല്ലാതെ കത്തോലിക്കര് അല്ലെങ്കിൽ ഏതെങ്കിലും തർജ്ജമക്കാര് യാഹു എന്നുള്ള പേരെഴുതി പോക്കറ്റിട്ട് വെച്ച് ലോഡെന്ന് അവിടെ ഒട്ടിച്ചു വെച്ചാൽ മാറിപ്പോകുന്ന ഒന്നല്ല സഹോദര. മാരിയോ ജോസഫ് ഫിലോക്കാലിയയിൽ ലോഡാണ് യഹോവയല്ല എന്ന് പറഞ്ഞാൽ മാറിപ്പോകുന്നതല്ല. സേ സെമി ലേ ഒലാം, ഈ എൻ്റെ നാമം, ഈ യാഹ്വേ എന്ന എൻ്റെ പേര് ലേ ഒലാം, ഇറ്റ്സ് എൻ എറ്റേണൽ ഫോർ എവർ. ഇത് എന്നേക്കുമുള്ള ഒന്നാണ്. താങ്കൾക്ക് ഫിലോക്കാലിയൊക്കെ പോലെ സംശയം ഉണ്ടെങ്കിൽ ഇതെൻ്റെ ഓർമ്മയാണ്, എൻ്റെ ജ്ഞാപകമാണ്, എന്നും എൻ്റെ ഓർക്കേണ്ടതിന്. ഈ പറയുന്ന മാരിയോ ജോസഫ് ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിലും മാരിയോ ജോസഫ് മരിച്ചതിന് 1000 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും
ഈ പറയുന്ന ദൈവത്തിൻ്റെ നാമമായി യാഹ്വേ ബൈബിളിനകത്ത് അന്നും ഉണ്ടാകും, ഇന്നും ഉണ്ടാകും, എന്നും ഉണ്ടായിട്ടുണ്ട്. ഈ യാഹ്വേ എന്ന പേരിനെയാണ് മാരിയോ ജോസഫ് പറയുന്നത് പെന്തക്കോസുകാരെല്ലാം കൂടെ കത്തോലിക്ക ബൈബിളിനകത്ത് തിരികെ കയറ്റണമെന്ന്. അപ്പം നിങ്ങളുടെ ബൈബിൾ ഒറിജിനൽ അല്ലേ? ഒറിജിനൽ ബൈബിളിനാണെങ്കിൽ ഈ പേരുണ്ടാകണമല്ലോ. അപ്പം നിങ്ങൾ ശരിക്കും ആരാ തിരികെ കയറ്റേ? ഈ യാഹ്വേ എന്നുള്ള പേര് മാറ്റിയിട്ട് പകരം അഡോണായിയുടെ തർജ്ജമയായ ലോഡ് ഇട്ടതാരാ? സെബാസ്റ്റ്യൻ മുന്നക്കലാണോ? അല്ല, ആരായിട്ടെ? അപ്പം എന്തിനാണ് സഹോദര ഈ പറയുന്ന പഴയ നിയമഗ്രന്ഥങ്ങളിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്? അത് പഴയ കാലത്തേക്ക് വേണ്ടി മാത്രമൊന്നാണോ? അല്ല. ലേ സെമിലെ ഒലാം, എൻ്റെ ഈ നാമം എന്നേക്കുമുള്ളതാണ് എന്ന് കൃത്യമായിട്ടല്ലേ സഹോദര പറഞ്ഞേക്കുന്നത്. അപ്പം താങ്കൾക്ക് ബൈബിൾ വായിക്കാൻ അറിയാത്തതിന് ഞങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമുണ്ട്. എന്നിട്ട് പറയാ യഹോവ എന്നുള്ള നാമത്തെ ബൈബിളിൽ തിരികെ കേട്ടണമെന്ന്. ഇത് ഗാന്ധിജിനെ ഇന്ത്യ ചരിത്രത്തിൽ തിരികെ കേട്ടണമെന്ന് പറഞ്ഞ പോലെ പോയല്ലോ. മാരിയോ ജോസഫിനെ ചിലപ്പോൾ തിരികെ കേട്ടണമായിരിക്കും, കാര്യം താങ്കളൊരു തുർക്കിയിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഗാന്ധിജിനെ ഇന്ത്യ ചരിത്രത്തിൽ ആരും തിരികെ കയറ്റേണ്ട കാര്യമൊന്നും ഇല്ല സഹോദര. ഓക്കെ, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരികെ കയറ്റേണ്ട യഹോവയാണേ. 10 കൽപ്പന എന്ന് കേട്ടിട്ടില്ലേ? 10 കൽപ്പന. ആ 10 കൽപ്പന ബൈബിളിൽ എവിടെ എഴുതിയേക്കണമെന്ന് മാരിയോ ബ്രദറിന് അറിയാവോ? അറിയില്ലെങ്കിൽ എടുത്തോയോ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. അവിടെ എന്താ പറയുന്നത്? വേദബാർ എലോഹിം ദൈവം ഇപ്രകാരം സംസാരിച്ചു. എത്കാൽ ഹബദരീം ഈ വാക്കുകൾ സംസാരിച്ചു. ഹലേഹ്ലെമോർ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ദൈവം സംസാരിച്ചു. അനോക്കി യാഹ്വേ എലോഹേക്ക, ഞാൻ നിങ്ങളുടെ ദൈവമായ യാഹ്വേ ആകുന്നു. ഈ ബൈബിളിനകത്ത് നിങ്ങൾ ഈ യാഹ്വേനെ മാറ്റി അതും ഇതൊക്കെ തിരികെ കേട്ടിരുന്നില്ല. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് തിരികെ കേട്ടിരുന്നില്ല. ബൈബിളിനകത്ത് എഴുതിയേക്കുന്നത് എന്താ? അനോക്കി യാഹ്വേ എലോഹേക്ക, ഞാൻ നിങ്ങളുടെ ദൈവമായ യാഹ്വേ ആണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യാഹ്വേ. സെബാസ്റ്റ്യൻ മുന്നക്കലിൻ്റെ അപ്പം ഫിലിപ്പാണെന്ന് പറഞ്ഞാൽ അത് ഫിലിപ്പാ. അല്ലാതെ അവിടെ കയറിച്ചും സെബാസ്റ്റ്യൻ മുന്നക്കലിൻ്റെ അപ്പം വാപ്പയാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മാരി ജോസഫ്, ഹൂ ഇസ് യുവർ ഫാദർ? ബാപ്പ. അതല്ലേ ചോദിച്ചാൽ നിന്റെ അപ്പൻ ആരാ? അത് ഉപ്പ. അതല്ലെന്ന് ചോദിച്ചത് പിതാവ് ആരാണ്? അത് അപ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം അതിൻ്റെ പര്യായങ്ങളല്ലേ. ഇവിടെ എന്താ പറയുന്നത്? അനോക്കി യാഹ്വേ ലോഹിക്ക, ഞാൻ നിന്റെ ദൈവമായ ദൈവമെന്നല്ല, ഞാൻ നിന്റെ ദൈവമായ യാഹ്വേ ആകുന്നു. ഈ വചനത്തിൻ്റെയൊക്കെ ശക്തി അറിയില്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നാവില്ല സഹോദര. അപ്പോൾ ആദ്യം ദൈവവചനം എന്താണെന്ന് മാരിയോ സഹോദരൻ പഠിക്ക്. അല്ലാതെ കത്തോലിക്ക ബൈബിളും പെന്തക്കോസ് ബൈബിളും ആ ബൈബിളാണോ ഈ ബൈബിളാണോ എന്നൊക്കെ ഉടായ്പും പറഞ്ഞുകൊണ്ട് നടക്കാതെ. അതൊക്കെ മുസ്ലിങ്ങളുണ്ടല്ലോ അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ. മുഹമ്മദ് ഈസ പെരുമ്പാവൂരിൻ്റെ ജോലി താങ്കൾ ഏറ്റെടുക്കണ്ട. ഇനി അവരെ ഏൽപ്പിച്ചെങ്കിൽ ഏറ്റെടുത്തോട്ടെ, എനിക്ക് വരാതെയൊന്നുമില്ല. പക്ഷെ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിൻ്റെ MM അക്ബറിൻ്റെ പണി താങ്കൾ ഏറ്റെടുക്കണ്ട, അത് അവർ ചെയ്തോളും. ദവാക്കാരുടെ പണി ദവാക്കാരിയായിട്ട്, ഫിലോക്കാലിയക്കാരൻ്റെ പണി ഫിലോക്കാലിയക്കാരൻ ചെയ്യും. അപ്പോൾ ഇദ്ദേഹം ഒരു അടിയുണ്ടാക്കാൻ നോക്കുന്നത് പെന്തക്കോസ് ഒരു കത്തോലിക്ക അടിയുണ്ടാക്കിയാൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ദവാപ്രവർത്തകർക്ക് ഒരു ബൂസ്റ്റാകും. ആ ബൂസ്റ്റിനകത്തേക്ക് താങ്കൾ കലക്കി പാല് കുടിച്ചാൽ മതി, ഞങ്ങൾക്ക് അതിൻ്റെ നേരം ഇല്ല എന്നൂടെ പറയട്ടെ. യേശുക്രിസ്തു പറഞ്ഞ ഏറ്റവും മുഖ്യമായ കൽപ്പന ഡ്യൂട്ടറോണമി ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 9 വരെ. ശെമാ ഇസ്രായേൽ, ഇസ്രായേലെ നിങ്ങൾ ഇപ്രകാരം കേൾക്കുക, യാഹ്വേ എലോഹീനു യാഹ്വേ എഹാദ്, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യാഹ്വേ ഏകൻ തന്നെയാണ്, ഏകനായ യാഹ്വേ ആണ് നമ്മുടെ ദൈവം. ഇത് ചുമ്മാ പറയാനാണോ ബൈബിളിൽ പറഞ്ഞത്? അടുത്ത വാക്യം എന്താ? അവിടെ പറയുക, വാ അഹ്ബത്ത എറ്റ് യാഹ്വേ എലോഹേക്ക, നിങ്ങൾ എന്ത് ചെയ്യണം? യാഹ്വേ എന്ന നമ്മുടെ ഈ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ബെക്കാൽ ലബദക്ക, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം. ഉബ്തെക്കായ്, നിങ്ങൾ എല്ലാം കൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം. നബ്സെക്ക, നിങ്ങളുടെ ഉള്ളുകൊണ്ട്, നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ പ്രാണം കൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം. ഉബ്തെക്കായ് മോദെക്ക, നിങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ച് നിങ്ങൾ സ്നേഹിക്കണം. അതായത് യാഹ്വേ, ഇസ്രായേലെ കേൾക്ക്, യാഹ്വേ നമ്മുടെ ദൈവമാവുന്നു, യാഹ്വേ ഏകൻ തന്നെ. ആ യാഹ്വേ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ പോരെന്ന് അവിടെ പറയുന്നത്. അവിടെ പറയുക, വേഹയു, ഈ വാക്കുകൾ എന്ത് ചെയ്യണം? വേഹയു ഹദരീം, ഈ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹലേക് അഷേർ അനോക്കി മെസോവേക്ക, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ഈ വാക്കുകൾ
ഹൈവവും ഇന്ന് നിങ്ങളോട് ഈ സംസാരിച്ചിരിക്കുന്ന ഈ വാക്കുകൾ, അതായത് യാഹുവേ എലോഹേക്ക, യാഹുവേ നമ്മുടെ ദൈവമാകുന്ന യാഹുവേ ഏകൻ തന്നെ. നിങ്ങൾ യാഹുവെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ നിങ്ങൾ ശക്തി കൊണ്ട് സ്നേഹിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. എവിടെ വെക്കണം? ലബ്ധേക്ക, നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കണം. അത് മാത്രമാണ്, താഴേക്ക് വായിച്ചാൽ നമുക്കറിയാം, നിങ്ങളത് പുറത്തു വരുമ്പോഴും അകത്തു വരുമ്പോഴും നിങ്ങൾ അത് പറയണം. നിങ്ങളുടെ കട്ടളപ്പടിമയിലും എല്ലായിടത്തും നിങ്ങളത് എഴുതി വെക്കണം. യാഹുവേ എലോഹീനു യാഹുവേ എഹാ. ഈ സർവശക്തനായ ദൈവമായ യാഹുവയാണ് കത്തോലിക്കരുടെ ബൈബിളിൽ പെന്തക്കോസ്തർ ഇരുന്ന് തിരികുന്നെന്ന് പറയുന്നു. നാണാവില്ല നിങ്ങൾക്ക്? മാരി ജോസഫ്, ആർ യു നോട്ട് അഷൈംഡ്? ഓക്കെ, നമുക്ക് മുന്നോട്ട്. ഇപ്പം പറയുന്നത് എനിക്ക് നാണം വരുന്നത്, അതാ പ്രശ്നം. നമുക്ക് മുന്നോട്ട് പോവാം.